ഉംറ തീർത്ഥാടകർക്ക് തിരിച്ചു പോകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. മടങ്ങാത്തവർക്കെതിരെ പിഴയും ജയിൽ ശിക്ഷയും ഉൾപ്പെടെ കടുത്ത നടപടികളുണ്ടാകും. ഹജ്ജിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ. വിദേശത്തു നിന്നെത്തിയ ഉംറ തീർത്ഥാടകർ നാളെ അർദ്ധരാത്രിക്ക് മുമ്പായി സൗദിയിൽ നിന്ന് പുറത്തു പോകണം. ഇത് നേരത്തെ ഉംറ വിസകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മടങ്ങാത്തവർക്ക് 50,000 റിയാൽ പിഴയും 6 മാസം ജയിലും നാടുകടത്തലുമാണ് ശിക്ഷ. ഇനി ഹജ്ജിന് ശേഷം മാത്രമേ ഉംറ അനുവദിക്കൂ. 29 രാത്രി 12 മണിയോട് കൂടിയിട്ടാണ് എക്സിറ്റ് ആവേണ്ടത്. ദുൽഖഅദ് 1. അപ്പോൾ 12 മണി വരെ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ചില ഫ്ലൈറ്റുകൾ ഡിലേ ഉണ്ട്. ഇപ്പം പാകിസ്ഥാൻ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഫ്ലൈറ്റുകൾ ഡിലേ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ 12 മണിൻ്റെ മുന്നേ എക്സിറ്റ് ആയിക്കോളൂ. അതല്ലാഞ്ഞാൽ മിനിസ്റ്ററി പറയുന്നത് 50,000 റിയാൽ ഫൈന്, പിന്നെ ഡിപ്പോർട്ടേഷൻ സെൻറ്ററിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്താലുള്ളത് എന്താ വെച്ചാൽ ഭാവിയിൽ തിരിച്ചു വരിക, അങ്ങനത്തെ ഇതിനൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ നാളെ മുതൽ രാജ്യത്ത് എത്തിത്തുടങ്ങും. ഇതിന്റെ ഭാഗമായി മക്കയിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങളുണ്ട്. നാളെ മുതൽ ഹജ്ജ് പെർമിറ്റോ മക്ക എൻട്രി പെർമിറ്റോ ഇല്ലാത്തവർക്ക് മക്കയിൽ താമസിക്കാൻ കഴിയില്ല. അനധികൃതമായി താമസിച്ചാൽ ഹോട്ടലുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും വ്യക്തികൾക്കുമെതിരെ കടുത്ത നടപടിയുണ്ടാകും. ടൂറിസം മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹജ്ജ് അവസാനിക്കുന്ന ജൂൺ 11 വരെയായിരിക്കും നിയന്ത്രണങ്ങൾ. സാബിത് സലീം, മീഡിയ 1, മക്ക.